ഇൻവെസ്റ്റ്മെന്റിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ നിങ്ങൾ തുടക്കക്കാരനാണ്. എന്നാൽ ഈ 5 കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അതായത് നിങ്ങൾക്കൊരു ബെറ്റർ ഇൻവെസ്റ്റർ ആകാം. ഹൗ ടു സ്റ്റാർട്ട് ഇൻവെസ്റ്റിംഗ് ആസ് എ ബിഗിനർ. ഫിഫ്ത് വൺ, ഫൈനാൻഷ്യൽ ഫ്രീഡം ഷുഡ് ബി യുവർ മെയിൻ ഗോൾ. ഫൈനാൻഷ്യൽ ഫ്രീഡം ആയിരിക്കണം നിങ്ങളുടെ ഫസ്റ്റ് പ്രിഫറൻസ് അല്ല ഫസ്റ്റ് ഗോൾ. ഫൈനാൻഷ്യലി ഫ്രീ ആകാൻ നിങ്ങൾ റിച്ച് ആയിട്ടൊരു പേഴ്സൺ ആകണമെന്നില്ല. ഫൈനാൻഷ്യൽ ഫ്രീഡം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ ഭാവിയിൽ ഒരു സിംഗിൾ മിനിറ്റ് പോലും വർക്ക് ചെയ്യേണ്ടാത്തൊരവസ്ഥയാണ് ഫൈനാൻഷ്യൽ ഫ്രീഡം എന്ന് പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ജോലി എടുക്കാതെ നിങ്ങൾക്ക് ഇങ്ങോട്ട് പൈസ പാസീവായിട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു സ്റ്റേജിലാണ് ഫൈനാൻഷ്യൽ ഫ്രീഡം എന്ന് പറയുന്നത്. നിങ്ങളുടെ എക്സ്പെൻസുകൾ കൃത്യമായിട്ട് കവറപ്പ് ചെയ്ത് പോകാൻ, നിങ്ങളുടെ എക്സ്പെൻസുകൾ എത്രയാണ് ഒരു മാസം, ആ എക്സ്പെൻസിനായിട്ട് നിങ്ങൾ ഒരു മിനിറ്റ് പോലും വർക്ക് ചെയ്യേണ്ട. കൃത്യമായിട്ട് എക്സ്പെൻസ് മീറ്റപ്പ് ചെയ്യാനുള്ള പൈസ പാസീവായിട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്ന സ്റ്റേജിനാണ് ഫൈനാൻഷ്യൽ ഫ്രീഡം എന്ന് പറയുന്നത്. ഫൈനാൻഷ്യൽ ഫ്രീഡത്തിന് ഒരു എക്സാമ്പിൾ പറയാം. എനിക്ക് ടൗണിലൊരു വീടുണ്ടെന്ന് വെക്കുക, ഒരു വാടക വീട്. അത് നിങ്ങളൊരു വാടകയ്ക്കായിട്ട് കൊടുക്കണം. മാസം അതിൽ നിങ്ങൾക്കൊരു 5000 രൂപ വാടകയായിട്ട് കിട്ടുന്നുണ്ട് എന്ന് വിചാരിക്കും. അപ്പോൾ നിങ്ങൾ വേറൊരു വീട്ടിലാണ്, അവിടെ നിങ്ങൾക്ക് മാസവും നിങ്ങൾ ഒരു വർക്ക് പോലും ചെയ്യേണ്ട. നിങ്ങൾ നിങ്ങളുടെ വീട്ടിലിരിക്കുമ്പോൾ എല്ലാ മാസവും അവസാനം നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് 5000 രൂപയ്ക്ക് വാടക വരുന്നുണ്ട്. അതിനെയാണ് ഒരു പാസീവ് ഇൻകം എന്ന് പറയുന്നത്. നിങ്ങൾക്ക് അവിടെ ഒരു മിനിറ്റിൻ്റെ വർക്ക് പോലില്ല. പണ്ടുണ്ടായിരുന്നൊരു വീട് അത് നിങ്ങൾ വാടകയ്ക്ക് കൊടുക്കുന്നു, അതിൽ നിങ്ങൾക്ക് ഇങ്ങോട്ട് ഇൻകം കിട്ടിക്കൊണ്ടേയിരിക്കും. അതിനെയാണ് പാസീവ് ഇൻകം എന്ന് പറയുന്നത്. അങ്ങനെയാണ് നിങ്ങൾ ഫൈനാൻഷ്യലി ഫ്രീ ആകാൻ. ഇതുപോലെ കുറേ അധികം ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഉണ്ട് ഇതൊക്കെ പാസീവായിട്ട് ഇൻകം ജനറേറ്റ് ചെയ്യാൻ സാധിക്കും. ഇതിനെക്കുറിച്ച് അറിയാൻ താല്പര്യമുണ്ട് പാസീവ് ഇൻകം എന്ന് കമൻറ്റ് ചെയ്യുക. ഞാൻ അതിനെക്കുറിച്ചൊരു വീഡിയോ അടുത്തന്നെ ചെയ്യുന്നത് ആയിരിക്കും. ഫോർത്ത് വൺ, ഫോക്കസ് ഓൺ സേവിങ്സ്. നിങ്ങൾക്കൊരു സേവിങ്സ് ബിൽഡപ്പ് ചെയ്ത് കൊണ്ടിരിക്കുക. എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ എക്സ്പെൻസുകൾ നിങ്ങൾ കുറച്ചുകൊണ്ട് വരിക. അപ്പോൾ നിങ്ങളൊരു ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് ഒരു തുടക്കക്കാരൻ ആണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ നല്ല രീതിയിൽ ചിലവുകൾ അല്ല എക്സ്പെൻസുകൾ ഉണ്ടായിരിക്കും. ആ എക്സ്പെൻസുകൾ കൃത്യമായിട്ട് നിങ്ങൾ മീറ്റപ്പ് ചെയ്തു പോകുക. ആ എക്സ്പെൻസുകൾ നിങ്ങളിപ്പോൾ കുറച്ചുകൊണ്ട് വരും. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണ്, നിങ്ങളിപ്പോൾ ഒരു മാസം ഒരു 2 സിനിമ അതുപോലെ പുറത്തുള്ള ഫുഡൊക്കെ കഴിക്കുന്ന ഒരു വ്യക്തിയായി വിചാരിക്കുക. അങ്ങനെ നിങ്ങൾക്ക് ടോട്ടൽ എൻഡ് ഓഫ് ദി മന്തിലേക്ക് വരുമ്പോൾ 1500 രൂപ അടുത്ത് നിങ്ങൾക്കൊരു സിനിമയ്ക്കും അതേപോലെ പുറത്തുനിന്ന് ഫുഡ് കഴിക്കുന്നതിനേക്കായിട്ട് ചിലവ് വരുന്നുണ്ട് എന്ന് വിചാരിക്കുക. അപ്പോൾ നിങ്ങൾക്കൊരു 2 സിനിമ കാണുന്ന സമയത്ത് ഒരു സിനിമ അല്ല ഒരു ടൈം പുറത്തുനിന്ന് ഫുഡ് കഴിക്കുക. ഇവിടെ എക്സ്പെൻസ് നിങ്ങൾക്ക് പകുതിയാക്കി വെട്ടിക്കുറയ്ക്കാൻ സാധിക്കുന്നതായിരിക്കും. ഇങ്ങനെ നിങ്ങളുടെ ഓരോ എക്സ്പെൻസുകൾ കണ്ടുപിടിക്കുക. കുറയ്ക്കാവുന്നതാണെങ്കിൽ അല്ലെ അതിന് നിങ്ങൾക്ക് കൃത്യമായിട്ട് എക്സ്പെൻസുകൾ കുറയ്ക്കാൻ പറ്റുന്നൊരു എക്സ്പെൻഡിച്ചറാണ് പതിയെ അതിൻ്റെ എക്സ്പെൻസുകൾ കുറച്ചുകൊണ്ട് വരിക. അങ്ങനെ നിങ്ങളുടെ സേവിങ്സ് കൂട്ടിക്കൊണ്ട് വരിക. അപ്പോൾ നിങ്ങളൊരു ജോലിക്ക് പോകുന്നത് ബൈക്കിനാണെന്ന് വിചാരിക്കുക. ബട്ട് നിങ്ങളുടെ ബിനി ഇരിക്കുന്ന അതേ സ്പോട്ടിലേക്ക് രാവിലെ നിങ്ങളുടെ ബസ് സ്റ്റോപ്പിൽ ആ കൃത്യം ഓഫീസ് ടൈമിൽ ഒരു ബസ്സുണ്ട്. ആ ബസ്സിന് പോകുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു 10 രൂപ മാത്രമേ ടിക്കറ്റ് ഫെയർ ആകത്തുള്ളൂ. ബട്ട് നിങ്ങളൊരു ബൈക്കിന് പോകുകയാണെങ്കിൽ ഒരു 50 രൂപ 60 രൂപ പെട്രോൾ ആകുന്നുണ്ടെങ്കിൽ ദെൻ നിങ്ങൾക്ക് തിരിച്ചു വരുമ്പോഴും അതേപോലെ നിങ്ങൾക്ക് കംഫോർട്ടബിളായിട്ട് തിരിച്ച് നിങ്ങളുടെ സ്റ്റോപ്പിലേക്ക് തിരിച്ച് നിങ്ങളുടെ വീട്ടിലേക്ക് വരാൻ ആ ടൈമിൽ ബസ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ യു ചൂസ് ബസ് ആസ് ആൻ ഓപ്ഷൻ ഫോർ ട്രാവൽ. എന്നാൽ നിങ്ങൾക്ക് അത്യാവശ്യം നല്ല രീതിയിൽ എക്സ്പെൻസ് കുറച്ചുകൊണ്ട് വരാൻ സാധിക്കുന്നത് ആയിരിക്കും. തേർഡ് വൺ ഈസ് ഓട്ടോമേറ്റ് യുവർ ഇൻവെസ്റ്റ്മെൻറ്റ്. ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾക്കൊരു ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ തുടങ്ങുക. നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് നിങ്ങളുടെ എക്സ്പെൻസുകൾ മീറ്റപ്പ് ചെയ്തതിനു ശേഷം ബാക്കി വരുന്നത് നല്ല രീതിയിൽ തന്നെ സേവ് ചെയ്തിട്ട് ഇൻവെസ്റ്റ് ചെയ്യാം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ബോഡി അത്യാവശ്യം ഫിറ്റ് ആയതിനു ശേഷം ജിമ്മിൽ പോകുന്ന പോലെയാണ്. സോ നിങ്ങൾ കൃത്യമായിട്ടൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ഒരു ഓട്ടോമേറ്റഡ് സിസ്റ്റം കൊണ്ടുവരാൻ ശ്രദ്ധിക്കുക. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് മാസം ഒരു 1000 രൂപ ഒരു ഫിക്സഡ് SIPയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാം എന്ന് സെറ്റ് ചെയ്യുകയാണെങ്കിൽ എല്ലാ മാസവും ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങളുടെ ബാങ്കിൽ നിന്ന് 1000 രൂപ വെച്ച് ഡിഡക്റ്റ് ആവുന്നതായിരിക്കും. ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ആയിക്കൊണ്ടിരിക്കുന്നതായിരിക്കും. അല്ലാതെ നിങ്ങൾ ഇൻവെസ്റ്റ്മെൻറ്റിനായിട്ട് എല്ലാ മാസം അവസാനം ഒരു 5000 രൂപ നമ്മുടെ എക്സ്പെൻസുകളെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ചിലവുകളെല്ലാം കഴിഞ്ഞതിന് ശേഷം ഇൻവെസ്റ്റ്മെൻറ്റിനായിട്ട് മാറ്റി വെക്കാം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അത് നടക്കാനുള്ള സാധ്യത വളരെയധികം കുറവാണ്. സോ ഓട്ടോമേറ്റ് യുവർ ഇൻവെസ്റ്റ്മെൻറ്റ് ഫസ്റ്റ്. ഒരു SIPയിലോ അല്ല മാസം ഒരു ഇത്ര രൂപ കൃത്യമായിട്ടൊരു ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാനിലേക്ക് നിങ്ങൾ മാറ്റി വെക്കുകയാണ്. നിങ്ങൾക്ക് കൃത്യമായിട്ടൊരു ഓട്ടോമേറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ബിൽഡപ്പ് ചെയ്യാൻ സാധിക്കുന്നത് ആയിരിക്കും. സെക്കൻഡ് വൺ ഈസ് ഇൻവെസ്റ്റ് ഏർലി ആസ് പോസിബിൾ. എത്ര പെട്ടെന്ന് ഇൻവെസ്റ്റ്മെൻറ്റ് തുടങ്ങാൻ സാധിക്കും, നിങ്ങൾക്ക് എത്ര നേരത്തെ ഇൻവെസ്റ്റ്മെൻറ്റ് തുടങ്ങാൻ സാധിക്കും അത്ര നേരത്തെ ഇൻവെസ്റ്റ് ചെയ്യുക. ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞു തുടങ്ങാം. എന്നൊരു ഫ്രണ്ട് 25-ാം വയസ്സ് മുതലാണ് ഇൻവെസ്റ്റ്മെൻറ്റ് ആരംഭിക്കുന്നത്. അദ്ദേഹം 25 മുതൽ 35 വയസ്സ് വരെ 10 വർഷക്കാലം മാസവും 1000 രൂപ വെച്ച് ഒരു SIPയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. 35 വയസ്സിന് ശേഷം ആ ഫ്രണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് നിർത്തി. 65 വയസ്സ് വരെ ആ ഇൻവെസ്റ്റ്മെൻറ്റ് ഗ്രോ ചെയ്യാൻ അല്ലെ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ കോമ്പൗണ്ടിങ് ഗ്രോത്ത് കിട്ടാൻ വേണ്ടി വെയിറ്റ് ചെയ്ത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ 25-ാം വയസ്സിൽ ഇൻവെസ്റ്റ്മെൻറ്റ് തുടങ്ങി 35 വയസ്സ് വെറും 10 വർഷം 1000 രൂപ മാസം എന്ന രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്ത് 35 മുതൽ 65 വയസ്സ് വരെ ആ ഇൻവെസ്റ്റ്മെൻറ്റ് ഗ്രോ ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്ത്. അതേപോലെ നിങ്ങളുടെ ഒരു ഫ്രണ്ട്
ഈ ഫ്രണ്ടിനെ നമുക്ക് ബി എന്ന് വിളിക്കാം. ഈ ഫ്രണ്ട് 25 വയസ്സിൽ ഇൻവെസ്റ്റ്മെൻറ്റ് തുടങ്ങാമെന്നൊക്കെ വിചാരിച്ചു. പക്ഷേ അദ്ദേഹത്തെ സമ്മതിച്ചില്ല. അദ്ദേഹത്തിൻ്റെ എക്സ്പെൻസുകൾ, പുതിയ കാർ മേടിക്കുക, അത് മേടിക്കുക, ഇത് മേടിക്കുക എന്ന രീതിയിൽ ചിലവാക്കിക്കൊണ്ടേയിരുന്നു. അദ്ദേഹം ഇൻവെസ്റ്റ്മെൻറ്റ് തുടങ്ങിയത് അദ്ദേഹത്തിൻ്റെ 35 വയസ്സിൽ ആണെന്ന് വിചാരിക്കുക. 35 മുതൽ 65 വയസ്സ് വരെ 30 വർഷം അദ്ദേഹം മാസവും 1000 രൂപ നമ്മുടെ എ എന്ന ഫ്രണ്ട് ഇട്ട അതേ SIPയിൽ ഇടുകയാണ്. എക്ക് കിട്ടിയ അതേ ഇൻട്രസ്റ്റ് റേറ്റ്. ആർക്കായിരിക്കും അദ്ദേഹത്തിൻ്റെ 65 വയസ്സിൽ ഏറ്റവും കൂടുതൽ റിട്ടേൺസ് കിട്ടിയത്? ബിക്ക് കിട്ടിയത് ഇത്ര രൂപയാണ്. സോ എക്ക് കിട്ടിയത് എത്രയാണെന്നറിയാം? സർപ്രൈസിങ്ങിന് ഇത്രയും രൂപയാണ്. സോ ലൈക്ക് ദാറ്റ്, സോ ഇൻവെസ്റ്റ് ഏർലി ആസ് പോസിബിൾ. എത്ര വേഗം ഇൻവെസ്റ്റ്മെൻറ്റ് ആരംഭിക്കാൻ സാധിക്കും അത്ര വേഗം തുടങ്ങുക. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ആ കോമ്പൗണ്ടിങ് ഗ്രോത്ത് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. പേ ഓഫ് യുവർ ഡെബ്റ്റ്സ് ഫസ്റ്റ്. നിങ്ങൾക്ക് കടങ്ങളുണ്ട്, ഒരു ബാങ്ക് ലോൺ വർഷം 15% പലിശയുള്ള. ഫസ്റ്റ് അത് അടച്ചു തീർക്കാൻ ശ്രദ്ധിക്കുക. കാര്യം നിങ്ങൾക്കൊരു വർഷം 12% റിട്ടേൺസ് ഉള്ളൊരു ഇൻവെസ്റ്റ്മെൻറ്റിനേക്കാളും എന്തുകൊണ്ടും നല്ല 15% പലിശയുള്ള ലോൺ കൃത്യമായിട്ട് അടച്ചു തീർക്കുക ആയിരിക്കും. കാര്യം എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് 12% റിട്ടേൺസ് ഒരു വർഷം കിട്ടുന്നുണ്ട്. ബട്ട് 15% ഒരു കടത്തിലേക്കല്ല, 15% പലിശയുള്ളൊരു കടത്തിലേക്ക് നിങ്ങൾ വർഷവും അടച്ചുകൊണ്ടിരിക്കുകയാണ്. സോ വാട്ട് മേക്ക് സെൻസ് ദെയർ? സോ കൃത്യമായിട്ട് നിങ്ങളുടെ ലോൺ, വലിയ ലോണുകളാകട്ടെ ചെറിയ ലോണുകളാകട്ടെ, നിങ്ങളുടെ ലോണുകൾ ഫസ്റ്റ് തന്നെ പേ ഓഫ് ചെയ്യാൻ ശ്രമിക്കുക. പക്ഷേ ഒരു 5 ലക്ഷത്തിൻ്റെ ലോൺ ആണെന്ന് വിചാരിക്കുക. നിങ്ങൾ ഒരു വർഷം ഒരു 6 ലക്ഷം 7 ലക്ഷം എന്ന് കൂട്ടിയടച്ച് അതിന് പെട്ടെന്ന് അത് ക്ലോസ് ചെയ്ത് അങ്ങനെ നമുക്കത് ഇൻട്രസ്റ്റ് സേവ് ചെയ്യാനും കാര്യങ്ങൾക്ക് തന്നെ സാധിക്കുന്നതായിരിക്കും. ഓണസ്റ്റ് ടിപ്പ്: ഇൻവെസ്റ്റ് ഇൻ യുവർ സെൽഫ്സ്. നിങ്ങൾക്കൊരു സ്കില്ല് പഠിക്കുക, അല്ല പുതിയൊരു ടെക്നോളജി പഠിക്കാൻ നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് അത് നിങ്ങളിലേക്ക് തന്നെ ആകുക. നിങ്ങളുടെ സെൽഫ് ഗ്രോത്തിനാകുക. പുതിയൊരു സ്കില്ല് പഠിക്കാൻ, പ്രോഗ്രാമിങ് പഠിക്കാനാകട്ടെ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിക്കാനാകട്ടെ, ഗ്രാഫിക് ഡിസൈൻ ഏതാകട്ടെ, ഏതെങ്കിലും പുതിയ കോഴ്സ് എന്തെങ്കിലും ആകട്ടെ, അല്ലെങ്കിൽ നിങ്ങളൊരു പുതിയ പുസ്തകം മേടിക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു പുതിയ കോഴ്സ് പർച്ചേസ് ചെയ്യുക തുടങ്ങിയ കാര്യങ്ങളാകട്ടെ, ഫസ്റ്റ് നിങ്ങളിലേക്ക് തന്നെ ഇൻവെസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങൾ പഠിച്ചൊരു മേഖല അപ്ഗ്രേഡ് വേർഷൻ ആകുക എന്നുള്ളത് ഏതും ആകട്ടെ, നിങ്ങളിൽ തന്നെ ആദ്യം ഇൻവെസ്റ്റ് ചെയ്യുക. എന്നാൽ നിങ്ങൾക്ക് ഭാവിയിൽ ഫ്യൂച്ചറിൽ നല്ല രീതിയിലുള്ള റിട്ടേൺസ് കിട്ടുന്നൊരു വെൽത്താക്കി നിങ്ങൾക്ക് ജനറേറ്റ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതായിരിക്കും. മാസം നിങ്ങളുടെ സാലറി 20,000 ആണ് എന്ന് വിചാരിക്കുക. നിങ്ങളുടെ സ്കിൽ അപ്ഗ്രേഡ് ചെയ്യുന്നത് കൊണ്ട് അത് മാസം ഒരു 30,000 അല്ലെങ്കിൽ 35,000 ആയിട്ട് ഗ്രോ ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ, സോ ഫസ്റ്റ് ഇൻവെസ്റ്റ് ഇൻ യുവർ സെൽഫ്. താങ്ക് യു.